ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ഡിമാൻഡ് കൂടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം വിപണിയിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബൗൺസ് ഇൻഫിനിറ്റി ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഈ വാഹനത്തിന്റെ കൂടുതൽ കാര്യങ്ങളും ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് ഇവിടുത്തെ സെയിൽസ് മാനേജറിനോട് ചോദിച്ചറിയാം. നമുക്ക് ഈ ബൗൺസ് ഇൻഫിനിറ്റി ഇലക്ട്രിക് സ്കൂട്ടറിന്റെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇതിന്റെ കൂടുതൽ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് നമ്മുടെ സെയിൽസ് മാനേജർ അരവിന്ദ് കൂടെയുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ ഒരു 6 മാസമായി ഇത് വിപണിയിൽ എത്തിയിട്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് മറ്റ് ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്നിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാം. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഷോറൂം കാലിക്കറ്റ് ഇപ്പോൾ ഷോറൂം ഓപ്പൺ ആയിട്ട് ഒരു 6 months ആയി. അപ്പോൾ ഇത് ഒരു ബാംഗ്ലൂർ കർണാടക ബേസ്ഡ് കമ്പനിയാണ്. ബാംഗ്ലൂർ രാജസ്ഥാനാണ് ഇതിന്റെ ഇത് വരുന്നത്. പ്രൊഡക്ഷൻ സെന്റർ മാനുഫാക്ചറിങ് ഒക്കെ അവിടെ നിന്നാണ് വരുന്നത്. പിന്നെ ഫുൾ മെയ്ഡ് ഇൻ ഇന്ത്യ വെഹിക്കിൾ ആണ്. ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ 3 years ആണ് ഇതിന്റെ വാറണ്ടി. പിന്നെ സാധാ പോലെ തന്നെ 2 years എക്സ്റ്റൻഡഡ് വാറണ്ടി. അധിക വണ്ടിക്കും അങ്ങനെ വരുന്നുണ്ട് എക്സ്റ്റൻഡഡ് വാറണ്ടി. ചെറിയൊരു ചാർജ് ഉണ്ടാവും അതിന്റെ. 3 മോഡ് വരുന്നുണ്ട്. പവർ, ഈക്കോ, ടെർബോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഈക്കോ മോഡിൽ ഓടിക്കുമ്പോൾ ഏകദേശം ഒരു 60-70 kilometers മൈലേജ് കിട്ടും. കമ്പനി 85 ആണ് പറയുന്നത്. ബേസിക് മൈലേജ് എങ്ങനെയാണ് വരുന്നത്? 85 ആണ് കമ്പനി പറയുന്ന മൈലേജ്. അപ്പൊ പവർ മോഡിലും ടെർബോ മോഡിലും ഇടുമ്പോൾ അതിൻ്റെതായ ചെറിയൊരു ഡിക്രീസ് വേരിയേഷൻ വരും. പിന്നെ കുറച്ചൊരു ഹിൽ ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് ടെർബോ മോഡിൽ ഇട്ടാൽ ഇതിന്റെ ടോർക്ക് പവർ കൂടും. ഏകദേശം 2200 wattsലേക്ക് മോട്ടോർ പവർ ചേഞ്ച് ആവും. പിന്നെ ഫ്രണ്ടും ബാക്കും വരുന്നത് ഡിസ്ക് ബ്രേക്ക് ആണ്. പിന്നെ എല്ലാ ഇൻഡിക്കേഷൻസും മീറ്ററിലും എല്ലാം കാണിക്കും. ചാർജ് എത്ര ഉണ്ട്, ഇനി എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും, അങ്ങനെയെല്ലാം ഇതിന്റെ അകത്ത് ഇൻഡിക്കേഷൻസും അതിൽ കാണിക്കും, മീറ്ററിൽ കാണിക്കും. മറ്റുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ നോക്കുമ്പോൾ ഇതിന്റെ റേറ്റ് കുറച്ച് വ്യത്യാസം, റേറ്റ് കുറവാണ്. റേറ്റ് ഇപ്പൊ കമ്പനി ഓഫർ പ്രകാരം 1,05,000 ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് സ്വാപ്പബിൾ ബാറ്ററിയാണ്. ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അതായത് ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്തിട്ട് വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് അങ്ങനെ ഫ്ലാറ്റിലൊക്കെ ഒരു മേലോട്ട് കൊണ്ടുപോയിട്ട് ചാർജിങ് സ്റ്റേഷൻ വേണമെന്ന് നിർബന്ധമില്ല. അപ്പൊ സാധാ നോർമൽ പവർ പ്ലഗ് മതി ഇത് ചാർജ് ചെയ്യാൻ. സാധാ ഫോണൊക്കെ കുത്തുന്ന എല്ലാത്തിലും നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റും. പ്രശ്നമില്ല. എങ്ങനെയാണ് ഒരു ചാർജിൽ എത്ര വരെ പോകുന്നുള്ള രീതിയിൽ? 85 kilometers ആണ് കമ്പനി പറയുന്നത്. ഒരു 70-75 ഒക്കെ ഓടുന്നുണ്ട്. ഇപ്പൊ കാലക്രമേണ അതിൽ എന്തെങ്കിലും വേരിയേഷൻ അല്ലെങ്കിൽ ബാറ്ററി പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരാൻ? ബാറ്ററിക്ക് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും, അതായത് മെയിൻ പാർട്സ് ബാറ്ററി, മോട്ടർ, കൺട്രോളർ, ചാർജർ, ഇങ്ങനെയുള്ള എല്ലാ മെയിൻ പാർട്സിനും 3 years വാറണ്ടി ഉണ്ടാവും. പിന്നെ അഡീഷണൽ 2 years എക്സ്ട്രാ എടുക്കുകയാണെങ്കിൽ അങ്ങനെ മൊത്തം 5 years വാറണ്ടി ഉണ്ടാവും. അതെന്തുണ്ടെങ്കിലും കമ്പനി റീപ്ലേസ് ചെയ്തു. ചാർജോ കാര്യങ്ങളോ ഉണ്ടോ കമ്പനി ഫുൾ ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഇത് കേരളത്തിൽ എങ്ങനെയാണ് ഇപ്പൊ ഇത് വിപണിയിൽ ഇറങ്ങിയിട്ട് എങ്ങനെയാണ് ഇതിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്ട്സിലും ഇതിന്റെ ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോ നെക്സ്റ്റ് വീക്ക് പാലക്കാടും പിന്നെ അതുപോലെ ആലപ്പുഴയും ഓപ്പൺ ആവുന്നുണ്ട്. പിന്നെ നമുക്ക് സ്വാപ്പിംഗ് സ്റ്റേഷൻസ് വരുന്നുണ്ട്. അതാണ് ബൗൺസിന്റെ മെയിൻ ഹൈലൈറ്റ്. അതായത് നമുക്ക് ഇപ്പൊ സ്പെഷ്യൽ ആയിട്ട് വരുന്നുണ്ടോ? അതെ, സ്വാപ്പിംഗ് സ്റ്റേഷൻസ് വരുന്നത്. ബാറ്ററി നമുക്ക് സ്വാപ്പ് ചെയ്തിട്ട് വേറെ ബാറ്ററി എടുക്കാനുള്ള അവൈലബിലിറ്റി ആയിട്ടുള്ള ഒരു സ്വാപ്പിംഗ് സ്റ്റേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 6 to 8 months ആണ് പറയുന്നത്. അതിനുള്ള എല്ലായിടത്തും വരും എന്നാണ് പറയുന്നത്. എല്ലാ പെട്രോൾ പമ്പ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സ്വാപ്പിംഗ് ഇത് വരും എന്നാണ് പറയുന്നത്. സ്റ്റേഷൻ ആയിട്ട് വരും. ഇതിലെങ്ങനെ ഇപ്പൊ 2 ബാറ്ററി ആണോ അവൈലബിൾ ആയിട്ടുള്ളത്? സിംഗിൾ ബാറ്ററി ആണ് ഇപ്പൊ ഇതിനകത്ത് ഡിക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ബാറ്ററി വാങ്ങണം, പർച്ചേസ് ചെയ്യണം. അതിന് വേറെ തന്നെ ചാർജ് വരും. ഇപ്പൊ ഇതിന്റെ കൂടെ വരുന്നത് ഒരു ബാറ്ററി. ഇപ്പൊ ഓൺ റോഡ് പ്രൈസ് 1,05,000 ബാറ്ററി, സിംഗിൾ ബാറ്ററി ഉണ്ടാവും. 48 volt 36 Ah ബാറ്ററി. ഇതെങ്ങനെയാണ് ഇപ്പൊ ചാർജ് ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണ്? ചാർജ് നമ്മൾ ഈ ഇതിന് ചകോരി കണക്ടർ എന്നാ പറയുന്നത്. കണക്ടർ ഊരിയിട്ട് ചാർജർ കുത്തും. പിന്നെ എങ്ങനെയാണ് ടയറിന്റെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയാണ് വരുന്നത്? അതിന്റെ ഒരു ടയർ ഫ്രണ്ടും ബാക്കും ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ടും ബാക്കും 2 ബ്രേക്കും ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. പിന്നെ ലൈറ്റ് കാര്യങ്ങൾ അതുപോലെ ബോഡി പാർട്സ് ഒക്കെ ABS പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഇതാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. പിന്നെ റിവേഴ്സ്, ക്രൂയിസ് കൺട്രോളർ, അങ്ങനത്തെ
സിസ്റ്റം ഉണ്ട് വണ്ടിയിൽ. പിന്നെ എങ്ങനെയുണ്ട് ഇതിപ്പോ മാർക്കറ്റിൽ ഇറങ്ങിയതിനു ശേഷം അതിനെ ആളുകൾ വാങ്ങുന്നുണ്ട്, എങ്ങനെയാണ് അതിന്റെ ഒരു? മാർക്കറ്റിൽ ഇപ്പോൾ എൻക്വയറി കൂടുതലാണ്. മാർക്കറ്റിൽ ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്, അങ്ങനെ ആയിട്ട് വരുന്നേ ഉള്ളൂ. മാർക്കറ്റിൽ ഇപ്പോൾ ബാംഗ്ലൂർ അങ്ങനെ മെഗാ സിറ്റീസിലൊക്കെ റൺ ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-4 വർഷമായി. ഇപ്പോൾ നമ്മളെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ തിരുവനന്തപുരം അവിടെയൊക്കെ ഇപ്പം വണ്ടി പോകുന്നുണ്ട്, മൂവ് ആവുന്നുണ്ട്. പാലക്കാടൊക്കെ ഒരുവിധം എല്ലായിടത്തും ഇപ്പോൾ വണ്ടി പോകുന്നുണ്ട്. സർവീസിംഗ് എങ്ങനെയാ? സർവീസിങ് 4 സർവീസാണ് വരുന്നത് ടോട്ടൽ. അതിൽ 4ഉം ഫ്രീ സർവീസ് ആണ്. ഫസ്റ്റ് 6 months ഓർ 6,000 കിലോമീറ്റർ, പിന്നെ 12 months ഓർ 12,000 കിലോമീറ്റർ, പിന്നെ 18 months 18,000 കിലോമീറ്റർ, പിന്നെ 24 months 24,000 കിലോമീറ്റർ. ഇതിൽ ഏതാണോ ഫസ്റ്റ് അതിൽ നമ്മൾ എല്ലാ ഷോറൂംസിലും സർവീസിംഗ് കൊടുക്കുന്നത്. അതെ, ഇപ്പൊ നമുക്ക് കോഴിക്കോട്, താമരശ്ശേരി, കൊടുവള്ളിയൊക്കെ ഇതുണ്ട്, സെന്റേഴ്സ് ഉണ്ട്, നമ്മളെ ഡീലേഴ്സ് ഉണ്ട്. അപ്പൊ അവിടുന്ന് എവിടെ വേണമെങ്കിലും നമുക്ക് സർവീസ് ചെയ്യും. ഏത് ബൗൺസിന്റെ ഷോറൂം കൊടുത്താലും അവിടുന്ന് സർവീസ് ചെയ്യും. ഇതിന് എങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ ആവശ്യക്കാർ? മീൻസ് ഗേൾസ് ആണോ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മളെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അത്യാവശ്യം എല്ലാ ഏജിലുള്ള ആൾക്കാരും നമ്മളെ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും. പിന്നെ വണ്ടി 8 കളേഴ്സിൽ അവൈലബിൾ ആണ്. എല്ലാ മെയിൻ കളേഴ്സിലും ഇപ്പൊ റെഡ്, വൈറ്റ്, ബ്ലൂ, ഗ്രീൻ, ബ്ലാക്ക്, ഗ്രേ, അങ്ങനെ എല്ലാ കളറിലും വണ്ടി അവൈലബിൾ ആണ്. ഇതിപ്പോ ഈ ഒരു ഒറ്റ മോഡലിലാണോ ഇറങ്ങുന്നത്, ഇതിന്റെ വേറെ മോഡൽസ് അവൈലബിൾ ആണോ? ഇതിപ്പോ ബൗൺസ് ഇൻഫിനിറ്റി E1 പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് 85 കിലോമീറ്റേഴ്സ് ആണ് ഇതിന്റെ മൈലേജ് വരുന്നത്. പിന്നെ ഇനി വരുന്ന അടുത്ത മോഡൽ വരുന്നത് E1 എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട്. അതിപ്പോ നെക്സ്റ്റ് വീക്ക് വണ്ടി എത്തും. അപ്പോൾ അതിന് 100+ ആണ് മൈലേജ് വരുന്നത്. 100+ മൈലേജ് ഉണ്ടാവും. പിന്നെ മോട്ടോർ പവറും ഒക്കെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. മോട്ടോർ പവറിലും ബാറ്ററിയിലും ഒക്കെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. പവറിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ 100+, 100 to 120 ഇൻ ബിറ്റ്വീൻ ആയിട്ട് മൈലേജ് കിട്ടും. 100+ ആണ് മൈലേജ് വരുന്നത്. അതിപ്പോ ആ ഒരു മോഡൽ ഇവിടെ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ഇപ്പൊ അവൈലബിൾ അല്ല, നെക്സ്റ്റ് വീക്ക് എത്തുള്ളൂ അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ ഹെഡ്ലൈറ്റ്, അതേപോലെ ഹെഡ്ലൈറ്റ് ഒക്കെ LED ആണ് വരുന്നത്. ഹെഡ്ലൈറ്റും ബ്രേക്ക് ലൈറ്റും ഒക്കെ LED ബൾബ്സ് ആണ് വരുന്നത്. ബാറ്ററി പിന്നെ 2 കിലോവാട്ട്സിന്റെ ബാറ്ററിയാണ് ഇതിന് വരുന്നത്. 36Ah 48 വോൾട്ട് ബാറ്ററീസ് ആണ് വരുന്നത്. ഈ ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ റെഡി ക്യാഷ് അല്ലാതെ പിന്നെ എന്തൊക്കെ ഓപ്ഷൻ ആണ് നിങ്ങൾ നമുക്ക് ഫിനാൻസ് ചെയ്യാം. എല്ലാ മേജർ ബാങ്ക്സും ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 0 ഡൗൺ പേയ്മെന്റിൽ മുതൽ എല്ലാ രീതിയിലുള്ളതും വരുന്നുണ്ട്. എല്ലാ സ്ലാബിലായിട്ടും ഫിനാൻസ് വരുന്നുണ്ട്. കൂടുതലും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് എന്താണ്? മീൻസ് ഫിനാൻസ് തന്നെയാണ് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യാറ്. അത് അങ്ങനെ തന്നെയാണ്, കൂടുതൽ ഫിനാൻസ് തന്നെയാണ് പോലെ. ഇപ്പൊ എല്ലാം 0 ഡൗൺ പേയ്മെന്റ് ആയിട്ടൊക്കെ വരുന്നുണ്ട് കൂടുതൽ ബാങ്ക്സ്. എല്ലാ മേജർ ബാങ്ക്സിലും ടൈപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് ഏത് കളറാണ് സെയിൽ ചെയ്ത് പോലെ അങ്ങനെ ഉണ്ടോ? ഇല്ല, അത് ഡിപ്പെൻസ് കസ്റ്റമർ ആണ്. അത് ഒരുവിധം എല്ലാ കളേഴ്സും പോകാറുണ്ട്. അപ്പോൾ ബൗൺസ് ഇൻഫിനിറ്റി ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വിശേഷങ്ങളും അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു വാഹനം യൂസ് ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇതിന്റെ റിവ്യൂ ഒക്കെ വേണമെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പം മറ്റൊരു വാഹനത്തിന്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.